ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു VR ഡിസൈൻസ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ കാണാൻ പോണത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള ഒരു 3-piece സെറ്റും വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു കുർത്തി വരുന്നുണ്ട്. 2 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വന്നാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു യെല്ലോ ഷെയ്ഡാണ്, മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. അടിക്കുന്ന ഷെയ്ഡൊന്നും അല്ല, നല്ല ഷെയ്ഡാണ്. 3/4 സ്ലീവാണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത്. കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ യോക്ക് ഏരിയ കണ്ടോ. നമ്മൾ ഇതേപോലത്തെ വേറെ ടൈപ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് ഹെവി ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഞാനിപ്പോൾ എൽ സൈസ് ആണ് വേറെ ഇരിക്കുന്നത്. ആക്ച്വലി ഞാൻ കുറച്ച് ഉണങ്ങിപ്പോയോ അതോ ഇത് കുറച്ച് പ്ലസ് സൈസ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നത്. മേ ബി ഞാൻ ഉണങ്ങിയതായിരിക്കാം, അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് കുറച്ച് ലൂസായിട്ടാണ്. ഞാൻ എല്ലാണെങ്കിൽ നോർമലി എനിക്ക് എല്ല് വന്നിട്ട് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഇതിന് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 2 സൈഡും വന്നിട്ട് ഇങ്ങനെ സ്കാലപ്പാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി വന്നിട്ട് അവിടെ ഇവിടെ ആയിട്ടല്ലേ എംബ്രോയിഡറി വർക്ക് കാണത്തുള്ളൂ. അതും ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്കായിരിക്കും. ഇതിൽ വന്നിട്ട് കുറച്ചും കൂടെ ഹെവി ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടന്റെ ലെങ്ത് വന്നിട്ട് 2.5 ആണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്തും ഉണ്ട്, വിക്തും വരുന്നുണ്ട്. നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ ഒന്ന് കണ്ടാലോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, അതിന്റെ യോക്ക് ഏരിയ കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്, നല്ല ഭംഗിയാണ്. യോക്ക് ഏരിയയിൽ വന്നിട്ട് ആ ഫ്ലവർ വർക്ക് വന്നിട്ട് മിക്സർ കളറാണ് വരുന്നത്. ഒലീവ് ഗ്രീന്, ഓറഞ്ച്, പിങ്ക് ഒക്കെ കൂടെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിന്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഒരു സാലൂൺ ബോട്ടമാണ് വരുന്നത് കേട്ടോ. ബാക്ക് ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ പടി പോലെ വന്നിട്ട് നമുക്കിങ്ങനെ കെട്ടാനായിട്ടുള്ള ഡോറിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ല പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ വന്നിട്ട് ഒരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 39 ആണ് വരുന്നത്. ഇതിന്റെ ലെങ്ത്, പാൻറ്റിന്റെ ലെങ്ത് വന്നിട്ട് 39 ആണ് വരുന്നത്. ടൈറ്റ് പാൻറ് ഒന്നുമല്ല, കുറച്ച് വണ്ണം ഉള്ളവർക്ക്, ടൈസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ. ഈ കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ കുർത്തിന്റെ സൈസ് വന്നിട്ട് M2XL ആണ് വരുന്നത്. പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 1099 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. 1099 അഫോർഡബിൾ അല്ലേ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വന്നിട്ട് ഒരു ബഡ്ജറ്റ് റേറ്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. 2 ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ്, കോട്ടൺ ആണ് ഫാബ്രിക് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് ജോർജറ്റ് ആയിരുന്നു, ഇനി കാണുന്നത് കോട്ടൺ ആണ്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കുർത്തിന്റെ ലെങ്ത് വന്നിട്ട് 47 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ യോക്ക് ഏരിയയിൽ കണ്ടോ, ഇത് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് വരുന്നത്. ആ സ്വീറ്റ് ഹാർട്ട് നെക്കിൽ വന്നിട്ട് ഇങ്ങനെ ഗോൾഡൻ കളർ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ യോക്കിരിയിൽ അവിടെ ഇവിടെ ആയിട്ടും ഈ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് മിറർ വർക്കും ത്രെഡ് വർക്കും കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് ആണ് കിട്ടുന്നത്. സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ കണ്ടത് റാണി പിങ്കും ബ്ലൂവും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടൊരു കാന്ത കോട്ടണിൽ വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി പെക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. കുർത്തിന്റെ ലെങ്ത് വന്നിട്ടൊരു 47 ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഈ നെക്ക് ഏരിയ കണ്ടോ, റൗണ്ട് നെക്കാണ് വരുന്നത്. നെക്ക് ഏരിയയിൽ വന്നിട്ട് ഹെവി ആയിട്ട് ഇങ്ങനെ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ മിറർ വർക്കും അതിന് ചുറ്റിലായിട്ട് ത്രെഡ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ലാസ്റ്റ് വൺ വന്നിട്ട് വേറെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ലുക്കാണ് കിട്ടുന്നത് കേട്ടോ. നമ്മളിപ്പോ കണ്ട 2 കുർത്തിന്റെ സൈസ് വന്നിട്ട് M2XL ആണ് വരുന്നത്. പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 599 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പം നമ്മുടെ ഗിവ് അവേ ഇപ്പം നടക്കുകയാണ്.
അപ്പം നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ എനിക്ക് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഡീറ്റെയിൽ അയച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ്സ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കണോ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷ്.